ഹായ് Realme Techlife Watch S100 അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ നിങ്ങൾ ഇന്നലെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അതിനകത്തുള്ള സെൻസേഴ്സ് ആക്ച്വലി ആക്യുറേറ്റ് അല്ലായിരുന്നു, അതുതന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്തിട്ട് ഇതേ എൻ്റെ കയ്യിൽ വീണ്ടും അവരുടെ പുതിയൊരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ സെൻസേഴ്സ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ വീണ്ടും പഴയ കണക്കൊക്കെ ആണോ എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിക്കൊന്നും അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇതേ നമുക്ക് സെയിം ആ ഒരു ലൈറ്റ് ഗ്രേ കളറിലുള്ള വാച്ച് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, ബ്രാൻഡ് ന്യൂ വാച്ച്. അപ്പോൾ നമ്മുടെ വാച്ച് എന്തായാലും ബൈൻഡ് ആയിട്ടുണ്ട്. ബൈൻഡ് ആകുമ്പോൾ തന്നെ നിങ്ങൾ മറ്റേ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിലും ആക്ച്വലി ഫേംവെയർ അപ്ഗ്രേഡ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ആവട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. അപ്പോൾ അതെ നമ്മുടെ ഫേംവെയർ ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വാച്ച് ഓൺ ആയിട്ടുണ്ട്. കണക്ഷൻ സക്സസ്ഫുൾ. ഇനിയാണ് നമ്മുടെ സെൻസേഴ്സ് ആക്ച്വലി വർക്കിംഗ് ആണെന്ന് നോക്കേണ്ടത്. അതിന് മുന്നേ നമുക്ക് 100% ഇട്ടിട്ട് യെസ് ബോഡി ടെമ്പറേച്ചർ നോക്കാം. യെസ്, യു മേ നീഡ് ടു വെയിറ്റ് ഫോർ അറൗണ്ട് 15 സെക്കൻഡ്സ്. ടെസ്റ്റ് ആഫ്റ്റർ വെയറിംഗ് അറ്റ് ലീസ്റ്റ്. ഓക്കെ, ഇതേ വന്നിട്ടുണ്ട്. സ്കിൻ ടെമ്പറേച്ചർ 35.3, ബോഡി ടെമ്പറേച്ചർ 36.7 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹാർട്ട് റേറ്റ് നോക്കാം. യെസ്, ആക്ച്വലി സെൻസേഴ്സ് വർക്കിംഗ് ആണ്. എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്നുള്ളത് അറിയാൻ മേല. കാരണം ഇതിൽ ഒരു പ്രീവിയസ് ആയിട്ട് 103/73 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുവാണെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. ഓക്കെ, സെൻസേഴ്സ് ആക്ച്വലി SpO2 നോക്കാം. ഇനി മെഷറിംഗ് ആണ്. മെഷറിംഗ് കാണിക്കുന്നുണ്ട് 99%, 98%, 97, 99, 98, 99 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവാണ്. യെസ്, 98% SpO2 കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള മറ്റൊരു കാര്യം വെച്ചാൽ റേസ് ടു വേക്കപ്പ്. യെസ്, ഇവിടെ ഓക്കെ ആണത്. എനിക്ക് ആദ്യം കിട്ടിയ വാച്ചിൽ ആക്ച്വലി ഈ ഒരു സംഭവം വർക്കിംഗ് അല്ലായിരുന്നു. ഇത് ഇപ്പോൾ നോക്കിക്കോളൂ, കണ്ടോ, റേസ് ടു വേക്കപ്പ് ആക്ച്വലി വർക്കിംഗ് ആണ്. അതായത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സെൻസേഴ്സ് ഒക്കെ വർക്കിംഗ് ആണ്. എന്നാൽ SpO2 ആണെങ്കിലും അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആണെങ്കിലും കൂടാതെ ബോഡി ടെമ്പറേച്ചർ ആണെങ്കിലും ആക്യുറേറ്റ് ആണോ, എത്രമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കാനുള്ളത് വർക്കൗട്ടാണ്. വർക്കൗട്ടിനകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഔട്ട്ഡോർ വാക്ക് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ ഈ ഒരു സംഭവം വർക്കിംഗ് അല്ലായിരുന്നു. അതേ എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടോ, ഡ്യൂറേഷൻ 8 സെക്കൻഡ്സ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് വർക്കിംഗ് ആണ്. അതുകൊണ്ടാണ് മറ്റത് ഡ്യൂറേഷൻ ഒന്നും ആക്ച്വലി സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റും അതൊക്കെ തന്നെ ഓഫായിട്ടും ആയിരുന്നു നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് വർക്കിംഗ് ആണ്. എന്തായാലും ഞാൻ വാങ്ങിച്ച ആദ്യത്തെ പ്രോഡക്റ്റിൻ്റെ പ്രശ്നമായിരുന്നു. അതൊരു ഡിഫക്റ്റീവ് പീസ് ആയതുകൊണ്ടാണ് സെൻസേഴ്സ് ഒന്നും വർക്ക് ആവേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടിയ പ്രോഡക്റ്റിന് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് റിയൽമി ടെക്ലൈഫിൻ്റെ വാച്ച് S100 വാങ്ങിക്കുന്നതിൽ വരെ കുഴപ്പമൊന്നുമില്ല. 2500 രൂപയ്ക്ക് വാങ്ങിക്കണമോ വേണ്ടയോ എന്നുള്ളത് ചിന്തിക്കണം. കാരണം ഈ ഒരു സ്ട്രാപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ബോഡി ബിൽഡ് ക്വാളിറ്റി ഒക്കെ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് നമ്മുടെ ഡിസോ വാച്ച് 2 സ്പോർട്സിലാണ്. എന്നാൽ അവിടെ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ സെൻസർ ഇല്ല എന്നുള്ളൊരു ചെറിയ ഡ്രോബാക്ക് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.